أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹംറൗൽ അസദ് യുദ്ധത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. ഇത് സംബന്ധിച്ച് അതായത് ഉഹദ് യുദ്ധത്തെ തുടർന്നുള്ള മദീനയിലെ അവസ്ഥയെയും ഹംറൗൽ അസദിനെയും പറ്റി ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു: ഈ രാത്രി, അതായത് ഉഹദ് യുദ്ധത്തിൽ നിന്നും തിരിച്ചു വന്ന ശേഷമുള്ള രാത്രി, വളരെ ഭയാനകമായ രാത്രിയായിരുന്നു. ഖുറൈശി സൈന്യം മക്കയിലേക്ക് തിരിച്ചെങ്കിലും അത് മുസ്ലിങ്ങളെ അശ്രദ്ധയിലാക്കാനുള്ള ലക്ഷ്യത്തോടെയാണോ എന്നും ഓർക്കാപ്പുറത്ത് മദീനയെ ആക്രമിക്കുമോ എന്നുമുള്ള ആശങ്ക നിലനിന്നിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി മദീനയിൽ കാവലിനുള്ള പൂർണ്ണ സംവിധാനം ചെയ്തിരുന്നു. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് ചുറ്റും രാത്രി സമയത്ത് സഹാബാക്കൾ പ്രത്യേകമായ നിലയിൽ കാവൽ നിന്നു. രാവിലെ ആയപ്പോൾ ഈ ആശങ്ക അസ്ഥാനത്തല്ലായിരുന്നു എന്ന് മനസ്സിലായി. ഖുറൈശി സൈന്യം മദീനയ്ക്ക് ഏതാനും മൈൽ അകലെ തമ്പടിച്ചിട്ടുണ്ടെന്നും ഖുറൈശി മൂപ്പന്മാർക്കിടയിൽ ഈ വിജയത്തെ പ്രയോജനപ്പെടുത്തി എന്തുകൊണ്ട് മദീനയെ ആക്രമിക്കുന്നില്ല എന്നുമുള്ള ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതായും ഫജർ നമസ്കാരത്തിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിപ്പ് കിട്ടുകയുണ്ടായി. ചില ഖുറൈശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചു കൊണ്ട് പറയുകയുണ്ടായി: നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വധിക്കുകയോ മുസ്ലിം സ്ത്രീകളെ ബന്ദികളാക്കുകയോ സമ്പത്ത് സ്വന്തമാക്കുകയോ ചെയ്തില്ല. നിങ്ങൾ അവരെ പരാജയപ്പെടുത്തിയ സ്ഥിതിക്ക് അവരെ പൂർണ്ണമായും നശിപ്പിക്കാൻ നിങ്ങൾക്കാകുമായിരുന്നു. പക്ഷെ നിങ്ങൾ അവരെ വെറുതെ വിട്ട് തിരിച്ചു വന്നുവെന്നും അങ്ങനെ ഇനിയും അവർ ശക്തി സംഭരിക്കുമെന്നും അതുകൊണ്ട് തിരിച്ചുപോയി മദീനയെ ആക്രമിച്ച് മുസ്ലിങ്ങളെ വേരോട് പിഴുതെറിയണമെന്നും പറയുകയുണ്ടായി. എന്നാൽ മറ്റു ചിലരുടെ അഭിപ്രായം മറിച്ചായിരുന്നു. അവർ പറഞ്ഞു: നിങ്ങൾക്ക് ഒരു വിജയം ലഭിച്ചു, അതൊരു സൗഭാഗ്യമായി കാണുക, ഇനി തിരികെ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ പ്രശസ്തിയും പേരും നഷ്ടപ്പെടുന്നതായിരിക്കും. ഈ വിജയം പരാജയത്തിൽ കലാശിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ തിരിച്ചുപോയി മദീന ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും മുസ്ലിങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്നതാണ്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നവരും യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഏതായാലും ആവേശം കൂടിയവരുടെ അഭിപ്രായം, അതായത് ആദ്യ അഭിപ്രായത്തിന് പ്രാബല്യം ലഭിക്കുകയും ഖുറൈശികൾ മദീനയിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് യുദ്ധസന്നാഹത്തിന് വേണ്ടി, അതുപോലെ ഉഹദിൽ വരാത്തവർ ആരും വരേണ്ട എന്ന കാര്യം അറിയിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. ഈ ചരിത്രം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ചില അധിക കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ വീണ്ടും വിവരിക്കുന്നതാണ്. അങ്ങനെ ഉഹദിലെ വീരയോദ്ധാക്കൾ, അവരിൽ അധിക പേരും പരിക്കേറ്റവരായിരുന്നു. അവർ അവരുടെ മുറിവുകൾ കെട്ടി തങ്ങളുടെ യജമാനൻ്റെ കൂടെ അംഗപ്പുറപ്പാട് നടത്തി. എഴുതുന്നു: ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ച സൈന്യം ശത്രുക്കളെ പിന്തുടരുന്നത് പോലെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു പുറപ്പെട്ടത്. അവർ 8 മൈൽ ദൂരം പിന്നിട്ട് ഹംറൗൽ അസദിലെത്തിയപ്പോൾ അവിടെ മൈതാനത്ത് 2 മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ കിട്ടുകയുണ്ടായി. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ പിന്തുടരാൻ നിയോഗിച്ച 2 ചാരന്മാരെ അവസരം കിട്ടിയപ്പോൾ ഖുറൈശികൾ വധിച്ചതായിരുന്നു
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബർ കുഴിപ്പിച്ച് അവർ രണ്ടുപേരെയും ഒന്നിച്ച് അതിൽ മറമാടുകയുണ്ടായി. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ തമ്പടിക്കാൻ കൽപ്പന നൽകിക്കൊണ്ട് പറഞ്ഞു, മൈതാനത്തിൽ വിവിധ സ്ഥലങ്ങളിലായി തീയിട്ട് കൂട്ടുക. അങ്ങനെ കാണെ ഹംറാഉൽ അസദ് മൈതാനത്തിൽ 500 അഗ്നിജ്വാലകൾ ഉയർന്നു. അത് ദൂരെ നിന്ന് കാണുന്നവരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നതായിരുന്നു. ഈ അവസരത്തിലാണെന്ന് തോന്നുന്നു ഖുസാ ഗോത്രത്തിലെ മുഷ്രിക്കായ മാബദ് എന്നു പേരുള്ള ഒരു നേതാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി ഉഹുദിൽ മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പിറ്റേന്ന് അദ്ദേഹം റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശി സൈന്യം അവിടെ തമ്പടിച്ചിരിക്കുന്നതും അവർ മദീനയിലേക്ക് തിരിക്കാൻ തയ്യാറെടുക്കുന്നതുമാണ് കണ്ടത്. മാബദ് ഉടൻ തന്നെ അബു സുഫ്യാന്റെ അടുക്കലെത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണുള്ളത്? അള്ളാഹു ആണ്, ഞാൻ ഇപ്പോൾ ഹംറാഉൽ അസദിൽ വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തെ കണ്ടിട്ടാണ് വരുന്നത്. ഇത്രയും ഭീതി ഉളവാക്കുന്ന ഭയാനകമായ സൈന്യത്തെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഉഹുദിലുണ്ടായ പരാജയത്തിൽ അവർക്ക് എത്രമാത്രം ലജ്ജയുണ്ടെന്നാൽ അവർ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങളെ ഭസ്മീകരിക്കുന്നതാണ്. മാബദിന്റെ ഈ വർത്തമാനം അബൂ സുഫിയാനെയും കൂട്ടരെയും ഭയചകിതരാക്കി. അങ്ങനെ അവർ മദീനയെ ആക്രമിക്കാനുള്ള ഉദ്ദേശം ഒഴിവാക്കി മക്കയിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടി എന്നറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാഫിരിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയത് അള്ളാഹുവിൻ്റെ പ്രതാപവും അള്ളാഹുവിൻ്റെ വീര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ വിശദീകരണം ഞാൻ നേരത്തെയും പറഞ്ഞാണ്, ഇവിടെ ഞാനിത് സംഗ്രഹിച്ച് പറയുകയാണ് ഉണ്ടായത്. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 ദിവസം ഹംറാഉൽ അസദിൽ തങ്ങുകയുണ്ടായി. 5 ദിവസത്തെ അഭാവത്തിന് ശേഷം മദീനയിൽ അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. ഈ യുദ്ധദൗത്യത്തിൽ ഖുറൈശികളുടെ 2 സൈനികർ, അതിൽ ഒരാൾ കലാപകാരിയും രണ്ടാമത്തെ ആൾ ചാരനുമായിരുന്നു, മുസ്ലിങ്ങളുടെ കൈകളാൽ ബന്ദിയാക്കപ്പെട്ടു. യുദ്ധ നിയമം അനുസരിച്ച് അവർക്ക് വധശിക്ഷയാണ് നൽകപ്പെടുക. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊല്ലാൻ കൽപ്പിക്കുകയുണ്ടായി. അവരിൽ ഒരാൾ മക്കയിൽ പ്രശസ്തനായ കവി അബു ഉസ്സയായിരുന്നു. അയാളെ ബദറിൽ മുസ്ലിങ്ങൾ ബന്ദിയാക്കിയിരുന്നു. പിന്നെ അയാൾ മാപ്പ് ചോദിക്കുകയും മേലിൽ മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് വരുന്നതല്ലെന്ന് ശപഥം ചെയ്യുകയുമുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദിയ പോലും വാങ്ങാതെ, പ്രായശ്ചിത്തം പോലും വാങ്ങാതെ അയാളെ വിട്ടയക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ അയാൾ വഞ്ചന കാണിച്ചു കൊണ്ട് വീണ്ടും മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധത്തിൽ പങ്കെടുത്തു. മാത്രവുമല്ല, അയാൾ തൻ്റെ പ്രകോപനപരമായ കവിതകൾ മുഖേന മറ്റുള്ളവരെയും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയുണ്ടായി. ഇത്തരം വ്യക്തിയുടെ വഞ്ചന മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടാക്കുമായിരുന്നു. ഏതായാലും അയാൾ വീണ്ടും മുസ്ലിങ്ങളുടെ കയ്യാൽ ബന്ദിയായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വധിക്കാൻ ഉത്തരവ് നൽകുകയുണ്ടായി. അബൂ ഉസ്സ ഇത്തവണയും മുമ്പത്തെ പോലെ മാപ്പ് ചോദിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ഹുജുറിൻ വാഹിദിൻ മറത്തൈൻ, അതായത് ഒരു വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് 2 തവണ ദംശിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മാപ്പപേക്ഷ നിരസിക്കുകയുണ്ടായി. രണ്ടാമത്തെ ബന്ദി മുആവിയ ബിൻ മുഗീറ ആയിരുന്നു. ഇയാൾ ഹദരത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ബന്ധു ആയിരുന്നു, എന്നാൽ കൂടി ഇസ്ലാമിന്റെ ബദ്ധവൈരിയായിരുന്നു. ഉഹുദ് യുദ്ധത്തിന് ശേഷം ഇയാൾ മദീനക്ക് ചുറ്റും പാത്തും പതുങ്ങിയും കറങ്ങിക്കൊണ്ടിരുന്നു. സഹാബാക്കൾ അയാളെ കണ്ടു. എന്നിട്ട് അയാളെ പിടിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ഉസ്മാന്റെ ശുപാർശയിൽ 3 ദിവസത്തിനകം അവിടെ നിന്ന് പോകണമെന്ന ശപഥം വാങ്ങുകയും അല്ലെങ്കിൽ ചാരവൃത്തി നടത്തിയ ശിക്ഷയിൽ വധിക്കുന്നതാണെന്നും പറഞ്ഞ് വിടുകയുണ്ടായി. 3 ദിവസത്തിനകം പോകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അല്ലെങ്കിൽ ചാരപ്പണിക്കുള്ള വധശിക്ഷ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു. പോവുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പറ്റില്ല. മുആവിയ 3 ദിവസത്തിനകം പോകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഈ സമയപരിധി കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ വീണ്ടും പാത്തും പതുങ്ങി കറങ്ങി നടന്നു. തുടർന്ന് അയാളെ പിടിച്ചു വധിക്കുകയുണ്ടായി. ചരിത്രത്തിൽ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ മദീനയിൽ ഒളിഞ്ഞു കഴിയുന്നതും മുന്നറിയിപ്പ് നൽകിയിട്ടും നിശ്ചിത കാലപരിധിക്ക് ശേഷവും അവിടെ തന്നെ തങ്ങിയതും അയാൾ വളരെ അപകടകരമായ ഉദ്ദേശത്തോടെയാണ് അവിടെ നിന്നതെന്ന് വ്യക്തമാക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ വല്ല ദുരുദ്ദേശം വെച്ചുകൊണ്ട് വന്നാലും യഹൂദികളുടെയോ മുനാഫിക്കങ്ങളുടെയോ തന്ത്രത്തിൽ വല്ല ഗൂഢാലോചനയും ചെയ്താലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും അള്ളാഹു സംരക്ഷിക്കുകയും അയാളുടെ പദ്ധതി അങ്ങനെ പൊളിയുകയും ചെയ്തു. ഉഹദ് യുദ്ധത്തിൻ്റെ പരിണിതിയെപ്പറ്റി നീണ്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. ചില സീറത്ത് രചയിതാക്കൾ, തിരുനബിയുടെ ജീവചരിത്രം രചിച്ചവർ ഉഹദ് യുദ്ധത്തെ പരാജയമായി ഗണിക്കുന്നു. പലരും അത് മുസ്ലിങ്ങളുടെ വിജയമാണെന്ന് പറയാൻ മടിക്കുന്നു. മറ്റ് ചിലർ ഇതിന് രണ്ടിനുമിടയിൽ അഭിപ്രായമുള്ളവരാണ്. വേറെ ചിലർ ഇങ്ങനെയുമുണ്ട്, ഒരു പരാജയത്തിന് ശേഷമുള്ള പൊതുവിലുള്ള വിജയമായി അതിനെ വിലയിരുത്തുന്നു. എന്നാൽ വാസ്തവത്തിൽ അക്കാലത്തുണ്ടായിരുന്ന യുദ്ധ നിയമങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉഹദ് മൈതാനത്ത് വെച്ച് പരാജയമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കാരണം മുസ്ലിങ്ങൾക്ക് എന്ത് പരാജയവും കാഫിര്യങ്ങൾക്ക് എന്ത് വിജയമാണ് അവിടെ ലഭിച്ചത് എന്നിവർ പറയുന്നത്. അബൂ സുഫിയാൻ മുദ്രാവാക്യം വിളിയും കഴിഞ്ഞ് തൻ്റെ സൈന്യത്തെയും കൂട്ടി മൈതാനത്ത് നിന്നും മക്കയിലേക്ക് പോകുന്ന സമയത്തും മുസ്ലിങ്ങൾ മൈതാനത്ത് തന്നെ നിലകൊണ്ടിരുന്നു. അയാൾ അവിടെ ഇത് ബദറിന് പകരമുള്ള വിജയമാണെന്ന പൊള്ളയായ വീരവാദവും ഉയർത്തിയിരുന്നു. വാസ്തവത്തിൽ അത് അയാളുടെ വീൺവാക്ക് മാത്രമായിരുന്നു. ഇത് എങ്ങനെയാണ് ബദറിന് പകരമാകുക? ബദറിൽ കാഫിര്യങ്ങളുടെ മുഖ്യ സൈന്യാധിപന്മാരടക്കം വലിയ വലിയ പ്രഭുക്കന്മാർ കൊല്ലപ്പെടുകയും 70 പേർ ബന്ദികളാക്കപ്പെടുകയും വലിയൊരു സമരാർജിത സ്വത്ത് ഗനീമത്ത് മുതൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. വിജയികളായ മുസ്ലിങ്ങൾ നാട്ടുനടപ്പനുസരിച്ച് 3 ദിവസം അവിടെ തങ്ങുകയുണ്ടായി. കാഫിര്യങ്ങളുടെ സൈന്യം അവിടെ നിന്ന് ഓടിപ്പോവുകയുമുണ്ടായി. അതേസമയം ഉഹദിൽ ഇതിൽ ഒരു കാര്യം പോലും കാഫിര്യങ്ങൾക്ക് ലഭ്യമായില്ല. എന്നിരിക്കെ ഇതെങ്ങനെയാണ് ബദറിന് പകരമാകുക? അതുകൊണ്ട് ഉഹദിൽ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പരാജയം നേരിട്ടിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഒരു സ്പഷ്ടമായ വിജയം കിട്ടിയ ശേഷം മുസ്ലിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ വമ്പിച്ച ജീവനഷ്ടമുണ്ടായി എന്നത് ശരി തന്നെ. പക്ഷെ മുസ്ലിങ്ങൾ അവസാനം വരെ യുദ്ധമൈതാനത്ത് തന്നെ നിലകൊള്ളുകയുണ്ടായി. മക്കയിലെ കാഫിര്യങ്ങൾക്ക് പൂർണ്ണവും വ്യക്തവുമായ വിജയം ലഭിക്കുന്നതിൽ നിന്ന് ശക്തമായ അദൃശ്യകരങ്ങൾ, അതായത് അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ അവരെ തടയുകയുണ്ടായി. താൽക്കാലികമായി വിജയം ലഭിച്ചെങ്കിലും മുസ്ലിങ്ങൾക്ക് കൂടുതൽ നഷ്ടം വരുത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല. അക്കാലത്തെ യുദ്ധ സമ്പ്രദായം അനുസരിച്ച് നോക്കിയാൽ ഒന്നും നേടാനാകാതെ അവർക്ക് ഉഹദ് മൈതാനം വിട്ട് ഓടിയേണ്ടി വന്നു എന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ ഹംറാൽ അസദിലേക്ക് മുസ്ലിങ്ങൾ പിന്തുടർന്നെത്തിയത് ഉഹദ് യുദ്ധം വളരെ വ്യക്തമായ വിജയമായി കാണാൻ കഴിയുന്നതാണ്. ഉഹദ് യുദ്ധത്തിൽ പരാജയത്തിൻ്റെ ചെറിയൊരു പരിക്ക് പറ്റിയത് മുസ്ലിങ്ങൾക്ക് പിന്നീടുണ്ടായ പ്രയാസങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ദൈവയുക്തികളും രഹസ്യങ്ങളും അടങ്ങിയതാണ്. ആ പരാജയം എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ദൈവിക യുക്തികൾ ഉള്ളടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, സ്ഥായിയായ വിജയം അല്ലെങ്കിൽ സ്ഥായിയായ പരിണാമം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഉഹദ് യുദ്ധത്തിന് സവിശേഷമായ യാതൊരു പ്രാധാന്യവുമില്ലെന്ന് പറയാം. ബദറിനെ അപേക്ഷിച്ച് ഈ യുദ്ധത്തിന് ഒരു പ്രസക്തിയും തന്നെയില്ല. എങ്കിലും ഈ യുദ്ധം താൽക്കാലികമായിട്ടാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുകയുണ്ടായി, അതിൽ തർക്കമില്ല. ഒന്ന്, ഇതിൽ ചില വലിയ സഹാബാക്കൾ, മുതിർന്ന സഹാബാക്കളും അടങ്ങിയ 70 പേർ ഷഹീദാക്കപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2, മദീനയിലെ യഹൂദികളും മുനാഫിക്കീങ്ങളും ബദർ യുദ്ധം കാരണം അല്പം ഭീതിയിലായിരുന്നു. എന്നാൽ ഉഹദ് യുദ്ധത്തിന് ശേഷം അവർക്ക് കുറച്ച് ധൈര്യം ലഭിക്കുകയുണ്ടായി. മാത്രമല്ല അബ്ദുള്ള ബിൻ ഉബയ്യും സുഹൃത്തുക്കളും പരസ്യമായ നിലയിൽ പരിഹസിക്കാനും കുത്തുവാക്കുകൾ പറയാനും തുടങ്ങി. 3 മക്ക ഖുറൈശികൾ വളരെ ധൈര്യമുള്ളവരായി മാറി. തങ്ങൾ ബദറിനുള്ള പകരം വീട്ടിയെന്നും ഇനിയും കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ തങ്ങൾക്ക് പരാജയപ്പെടുത്താമെന്നും അവർ ധരിച്ചു തുടങ്ങി. 4, അറേബ്യയിലെ സാധാരണ ഗോത്രങ്ങളും ഉഹദ് യുദ്ധത്തിന് ശേഷം തൻ്റെ ഇടത്തോടെ മുസ്ലിങ്ങൾക്കെതിരെ തലയുയർത്താൻ തുടങ്ങി. ഈ എല്ലാ ദോഷവശങ്ങളും ഉണ്ടെങ്കിൽ പോലും പൊതുവായ ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ ഖുറൈശികൾക്ക് ബദർ യുദ്ധത്തിൽ ഉണ്ടായ നഷ്ടം നികത്താൻ ഉഹദിലെ വിജയം പര്യാപ്തമായിരുന്നില്ല. വാസ്തവത്തിൽ മക്കയിൽ ഖുറൈശികളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ആത്മാവായിരുന്ന നേതാക്കന്മാർ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ അവരുടെ തായ്വേര് അറുക്കപ്പെട്ടു. പ്രത്യക്ഷത്തിൽ സാമഗ്രികളുടെ യുദ്ധ സന്നാഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നിൽ തികച്ചും നിസ്സാരന്മാരായ ഒരു സമൂഹം
ഒരു കൂട്ടം മുഖേനയാണ് ഇതെല്ലാം സംഭവിച്ചത്. അതേസമയം മുസ്ലിങ്ങൾക്ക് ഉഹുദിൻ്റെ രണാങ്കണത്തിൽ നഷ്ടമുണ്ടായി എന്നത് ശരി തന്നെ. എന്നാൽ അത് ബദറിലെ ഖുറൈശികൾക്കേറ്റ നഷ്ടത്തെ അപേക്ഷിച്ച് താൽക്കാലികവും നിസ്സാരവുമായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദുവും ഖുറൈശികളുടെ ശത്രുതാപരമായ നീക്കങ്ങളുടെ യഥാർത്ഥ കുറിമാനവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഉന്നത സഹാബാക്കളിൽ 1-2 പേരൊഴികെ എല്ലാവരും സുരക്ഷിതരുമായിരുന്നു. മാത്രമല്ല മുസ്ലിങ്ങൾ പരാജയപ്പെട്ടത് സൈനിക ബലത്തിലും യുദ്ധസാമഗ്രികളിലും തങ്ങളെക്കാൾ പല മടങ്ങ് ശക്തരായവർക്ക് മുന്നിലായിരുന്നു. ചുരുക്കത്തിൽ ബദറിൽ ഉണ്ടായ അതിമഹത്തായ വിജയത്തിനു മുന്നിൽ ഉഹദിലെ പരാജയം മുസ്ലിങ്ങൾക്ക് തികച്ചും നിസ്സാരമായിരുന്നു. ഈ നഷ്ടവും ഒരു കണക്കിന് മുസ്ലിങ്ങൾക്ക് ഗുണപ്രദമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇച്ഛക്കും നിർദ്ദേശത്തിനും വിപരീതമായി ചുവടുവെക്കുന്നത് ഒരിക്കലും വിജയത്തിനും അഭിവൃദ്ധിക്കും കാരണമാകുന്നതല്ലെന്ന് പകൽ വെളിച്ചം പോലെ മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തന്നെ നിൽക്കാനാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. അതിന് ഉപോത്ബലകമായി തൻ്റെ ഒരു സ്വപ്നവും കളിപ്പിച്ചിരുന്നു. എന്നാൽ ആളുകൾ പുറത്തിറങ്ങി യുദ്ധം ചെയ്യാൻ ശാഠ്യം പിടിക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉഹദിലെ മലയിടുക്കിൽ നിർത്തുകയും എന്തു തന്നെ സംഭവിച്ചാലും അവിടെ നിന്നും മാറരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവർ യുദ്ധമുതലുകൾ സ്വരുക്കൂട്ടാനുള്ള ചിന്തയിൽ പ്രസ്തുത സ്ഥലം ഒഴിവാക്കി താഴേക്ക് ഇറങ്ങി വന്നു. പ്രത്യക്ഷത്തിൽ ഈ കർമ്മപരമായ ദൗർബല്യം ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ആയിരുന്നുവെങ്കിലും മനുഷ്യൻ്റെ സംസ്കാരം എല്ലാവരെയും ഒരു ചരടിൽ കോർത്തു വെച്ചിരിക്കുന്നതിനാൽ ഈ യുദ്ധത്തിൻ്റെ നഷ്ടം എല്ലാവർക്കും സഹിക്കേണ്ടി വന്നു. അതായത് പ്രയോജനമാണെങ്കിൽ അതും എല്ലാവർക്കും ലഭിക്കുമായിരുന്നു. ഇതും ഒരു പൊതു തത്വമാകുന്നു. ചില സമയത്ത് ചില ആളുകളുടെ ദൗർബല്യം മുഴുവനും സമൂഹത്തിനും നഷ്ടം വരുത്തി വെക്കുന്നു. അതുപോലെ ലാഭമുഖേന മുഴുവൻ സമൂഹത്തിനും അത് നല്ല പ്രഭാവം ഉണ്ടാക്കുന്നു. ലോകത്ത് അഹമ്മദിയ ജമാഅത്തിന് വേണ്ടി നിരവധി ആളുകൾ സംസാരിക്കാറുണ്ട്. പക്ഷേ 100% അഹമ്മദികളും ഉന്നത നിലവാരത്തിലല്ല. എന്നാൽ ചില ആളുകളുടെ നല്ല പ്രഭാവം കാരണം മറ്റുള്ളവരെയും ഉന്നത നിലവാരത്തിലാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഉഹുദിലെ പരാജയം ഒരു നിലക്ക് പ്രയാസകരമായിരുന്നുവെങ്കിൽ കൂടി മറുഭാഗത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠമായി തീരുകയും ചെയ്തു. പ്രയാസമാണെങ്കിൽ പോലും അത് മുസ്ലിങ്ങളുടെ വഴിയിലുള്ള ഒരു താൽക്കാലിക തടസ്സം മാത്രമായിരുന്നു. വലിയ പ്രളയം ഒരിടത്ത് നിൽക്കുകയും പിന്നെ തട്ടിമുട്ടി ശക്തമാക്കുകയും ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങൾ വളരെ ശീഘ്രഗതിയിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഉഹദ് യുദ്ധത്തിലെ സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് അനന്തര സംഭവങ്ങളെക്കുറിച്ചുള്ള ചില സംഗതികൾ വിവരിച്ചിട്ടുണ്ട്. ആ വിശകലനത്തിലുള്ള ചില പോയിന്റുകൾ ഇപ്രകാരമാണ്. ഒന്നാമത്തെ കാര്യം, മുസ്ലിങ്ങളിലെ പരാജയബോധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവരെ കാലവിളംബം കൂടാതെ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് ഇറക്കുകയല്ലാതെ മറ്റൊരു നല്ല ചുവടും ഉണ്ടായിരുന്നില്ല. ആ കണക്കിന് അത് നല്ലതായിരുന്നു. രണ്ടാമത്തെ കാര്യം, യുവാക്കളെയും പുതിയ യുദ്ധാക്കളെയും കൂടെ വരാൻ അനുമതി നൽകാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഒരിക്കലും ഭൗതിക സന്നാഹങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്ന് തെളിയിക്കുകയുണ്ടായി. യുവാക്കളോട് പുതിയ ആളുകളോടും വരാനല്ല പറഞ്ഞത്, മറിച്ച് തന്നെ സഹായിക്കാൻ തൻ്റെ നാഥനിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷയും തവക്കുലും അള്ളാഹുവിലായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹു തന്നെ സഹായിക്കാൻ മതിയായവനാണെന്ന് ദൃഢവിശ്വാസവും അങ്ങേക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഉഹദ് മൈതാനത്തിൽ കാലിടറിയ സഹാബാക്കളെ ഈ തീരുമാനം മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിക്കുകയും അവരെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു. അതായത് അവർ വാസ്തവത്തിൽ പിന്തിരിഞ്ഞവരായിരുന്നില്ല, മറിച്ച് പൊടുന്നതിനെ ഉണ്ടായ അനിഷ്ട സംഭവത്തിൽ നിർബന്ധിതരായവരായിരുന്നു. യുദ്ധചരിത്രങ്ങളിൽ ഒന്നും തന്നെ ഒരു സൈനാധിപനും തൻ്റെ സൈന്യത്തിൽ ഇത്രമാത്രം പൂർണ്ണമായ വിശ്വാസം പ്രകടിപ്പിച്ചതായി കാണുകയില്ല. അതേസമയം അവർ അല്പം മുമ്പ് തനിച്ചാക്കി യുദ്ധ മൈതാനത്ത് നിന്നും ഓടിപ്പോയവരായിരുന്നു. ജീവത്യാഗസന്നദ്ധരായി ഏതാനും പേർ മാത്രമേ അപ്പോൾ അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നാലാമത്തെ സംഗതി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് അവരിലുണ്ടായിരുന്നത് 100% വിശ്വാസവും ശരിയായിരുന്നു എന്നതാണ്. അതൊരിക്കലും വൈകാരിക തീരുമാനമായിരുന്നില്ല. കാരണം ഉഹദിലുണ്ടായിരുന്ന എല്ലാവരും ഉറച്ച തീരുമാനവും ആവേശവും മുഖേന ഈ ഭയാനകമായ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുക്കുകയുണ്ടായി. അവരിൽ ഒന്ന് എണീറ്റ് നടക്കാൻ കഴിയാത്തവർ പോലും ഉണ്ടായിരുന്നു. ഈ നീക്കം ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞ് ഒരാൾ പോലും ഇതിൽ നിന്നും പിന്തിരിഞ്ഞില്ല. മാത്രമല്ല, ഒരിക്കൽ വളരെ പ്രയാസപ്പെട്ടു ജീവൻ രക്ഷപ്പെട്ടത് മറന്നുകൊണ്ട് ഇത്രയും ശക്തരും നിഷ്ഠൂരനുമായ ശത്രുക്കളുടെ വലയിലേക്ക് സ്വയം കടന്നു ചെല്ലുന്നത് എത്രമാത്രം ബുദ്ധിയാണെന്ന് പറഞ്ഞ് ഒരാൾ പോലും
ആക്ഷേപവും ഉന്നയിക്കുകയുണ്ടായിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ അടുത്ത ദിവസം തന്നെ ശത്രുക്കളെ പിന്തുടരാൻ തീരുമാനിച്ചത് തൻ്റെ ആളുകൾക്ക് മേലുള്ള ഒരു വലിയ ഔദാര്യമാകുന്നു. കാരണം ഒരിക്കലും ഒരു സൈന്യാധിപനും തൻ്റെ സൈന്യത്തിനു മേൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. അത് അവരുടെ വ്രണിത നിലപാടിന് വളരെ വേഗത്തിൽ പൂർണ്ണമായ ശമനം നൽകിയിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ വബാരിക് വസല്ലിം ഇന്നക ഹമീദ് മജീദ്. അഞ്ചാമത്തെ സംഗതി ഇതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നീക്കം കേവലം മനഃശാസ്ത്രപരവും ധാർമ്മികപരവും ആയിരുന്നില്ലെന്നും മറിച്ച് സൈനികപരമായും വളരെ ഗുണപ്രദമായെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. അത് മുഖേന ശത്രുക്കൾ വീണ്ടും ഒരു ശക്തമായ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയുകയുണ്ടായി. മാത്രമല്ല വിജയത്തിൽ മതിമറക്കുന്നതിന് പകരം വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ തിരിച്ചുപോയത്. ചുരുക്കത്തിൽ കൂടുതൽ നഷ്ടമുണ്ടാകാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യുക്തിയും വിവേകവും മുഖേന മഹത്തായ വിജയങ്ങൾ സ്വായത്തമാക്കുകയുണ്ടായി. അദ്ദേഹം എഴുതുന്നു, ഏത് യുദ്ധത്തിൽ നോക്കിയാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉന്നതവും അതുല്യവുമായ കഴിവുകളും പ്രകടമായി കാണാം. അത് ഒരു സൈന്യാധിപൻ എന്ന നിലയ്ക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും പ്രകടമായ നിലയിലുണ്ടായിരുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും സ്ഥാനം ഒരു യുദ്ധ നിപുണൻ എന്നുള്ളത് അല്ലായിരുന്നു, മറിച്ച് ധാർമ്മികവും ആത്മീയവുമായ ഒരു നേതാവിൻ്റെതായിരുന്നു. ആ കൈകളിൽ ഉന്നത സ്വഭാവങ്ങളുടെ പതാക ഉണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. ഉന്നത സ്വഭാവ ഗുണങ്ങളുടെ പതാക ഉയർത്തുന്നതിനും അത്യുന്നതിയിൽ അതിനെ വിരാജിപ്പിക്കുന്നതിനും വേണ്ടി ആ മഹാത്മാവ് ഏർപ്പെട്ടിരുന്ന മഹത്തായ ജിഹാദ് നൈരന്തര്യമുള്ള ഒരിക്കലും അവസാനിക്കാത്ത തീവ്രയത്നമായിരുന്നു. അത് യുദ്ധ അവസ്ഥയിലുണ്ടായിരുന്നത് പോലെ തന്നെ സമാധാന ഘട്ടത്തിലും തുടർന്നു വരികയുണ്ടായി. പകൽ നേരത്തും ആ കൊടി ധാർമ്മികതയുടെ ഉന്നത ധാർമ്മികതയുടെ കൊടി ആ മഹാത്മാവ് സംരക്ഷിച്ചു. രാത്രി നേരത്തും ആ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ കൊടി ആ മഹാത്മാവ് സംരക്ഷിക്കുകയുണ്ടായി. ശത്രുക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സ്വഹാബാക്കൾക്കും ക്രൂരമായ ശാരീരികോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതിലും വേദനാജനകമായ പ്രയാസങ്ങൾ നൽകുന്നതിലും വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരിക്കലും ധാർമ്മികതയുടെ ഈ പതാകയിൽ ഒരിക്കലും കോട്ടം വരാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. അതിലൊരു പ്രയാസവും അവർക്കുണ്ടാക്കാൻ സാധിച്ചില്ല. ഇതെല്ലാമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ മഹാത്മാവിൻ്റെ ഉന്നത സ്വഭാവങ്ങൾ എപ്പോഴും പ്രകടഭാവം അണിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഉഹുദിൻ്റെ ചരൽ മണ്ണിൽ ശക്തമായി പരിക്കേറ്റ് വീണപ്പോഴും തിരുനബിയുടെ പരിശുദ്ധ കരങ്ങളിൽ ഈ പതാക ആകാശ ഉന്നതികളെ എത്തിപ്പിടിക്കുകയായിരുന്നു. നാലുപാടും സ്വഹാബാക്കളുടെ ശരീരം തുണ്ടം തുണ്ടമായി വീഴുമ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഈ പതാക ഒരു അത്ഭുതാവഹമായ പ്രതാപത്തോടെ പാറി പറക്കുകയുണ്ടായി. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഉന്നത ധാർമ്മിക സ്വഭാവത്തിൻ്റെ ജിഹാദ് ഉഹുദിലെ യുദ്ധത്തിലും തോളോട് തോൾ ചേർന്ന് വളരെ ശക്തമായി തുടർന്നു കൊണ്ടിരുന്നു. ഉന്നത വിജയശ്രീലാളിതനായ ഹജറത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തവണയും ധാർമ്മിക യുദ്ധത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയുണ്ടായി. ധാർമ്മികതയുടെ ഉരുക്കുകോട്ടകളെ പോലും നിലം പരിശാക്കാൻ പോന്ന ഈ ഭയാനകമായ ഭൂകമ്പങ്ങൾക്കിടയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനപൂർവ്വം പുറത്തു കടക്കുകയുണ്ടായി. ഹജറത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ പ്രത്യക്ഷ വിജയത്തിന് ശേഷം ഒരു പരാജയാവസ്ഥ ഉണ്ടായി. പക്ഷേ ഈ യുദ്ധം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു വലിയ ദൃഷ്ടാന്തമായിരുന്നു. ഈ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് മുസ്ലിങ്ങൾക്ക് ആദ്യം വിജയം ലഭിക്കുകയുണ്ടായി. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യൻ ഇളാപ്പ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചന പ്രകാരം തന്നെ യുദ്ധാരംഭത്തിൽ തന്നെ കാഫിറിങ്ങളുടെ പതാകവാഹകൻ കൊല്ലപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വയം പരിക്കേറ്റുകയും നിരവധി സ്വഹാബാക്കൾ ഷഹീദാകുകയും ചെയ്തു. കൂടാതെ ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ആത്മാർത്ഥതയോടും കൂറോടും കൂടി മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ കർമ്മങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ഹജറത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധം വളരെ വലിയ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് താലീം തർബിയത്ത് വിദ്യാഭ്യാസ ശിക്ഷണ കാര്യങ്ങൾ വീണ്ടും ആരംഭിച്ചത് എന്ന് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഈ യുദ്ധത്തിൽ നിരവധി മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എങ്കിലും ഉഹുദ് യുദ്ധം പരാജയമാണെന്ന് പറയാൻ കഴിയില്ല.
ഇതൊരു വലിയ വിജയമായിരുന്നു. എത്രത്തോളം എന്നാൽ ഖിയാമത്ത് വരെയും മുസ്ലിങ്ങൾക്ക് ഇതിനെ ഓർത്ത് തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുന്നതാണ്. മദീനയിൽ എത്തിയ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യഥാർത്ഥ ജോലി, അതായത് താലീം, തർബിയത്ത്, ഇസ്ലാഹ് നഫ്സ്, വിദ്യാഭ്യാസ, ശിക്ഷണ, ആത്മസംസ്കരണ കാര്യങ്ങൾ ആരംഭിച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഉഹദ് സംഭവത്തിന് ശേഷം യഹൂദികളിൽ ധൈര്യം കൂടി വരികയും മുനാഫിക്കുകൾ കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തലപൊക്കുകയും ഇസ്ലാമിനെ വിഭാടനം ചെയ്യാൻ മനുഷ്യകരങ്ങൾ കൊണ്ട് സാധ്യമാകുമെന്ന മിഥ്യാധാരണയിൽ വരികയും ചെയ്തു. യഹൂദികൾ മ്ലേച്ഛമായ കവിതകൾ രചിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു വഴക്കിൽ തീരുമാനം കൽപ്പിക്കാൻ യഹൂദികളുടെ കോട്ടയിൽ പോകേണ്ടതായി വന്നു. തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി വിളിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഭാഗത്ത് മുകളിൽ നിന്ന് ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടി ആ മഹാത്മാവിനെ അപായപ്പെടുത്താൻ അവർ പദ്ധതിയിട്ടു. പക്ഷേ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതേപ്പറ്റി യഥാസമയം വിവരം അറിയിക്കുകയും അങ്ങനെ അവിടെ നിന്ന് ആ മഹാത്മാവ് ഒന്നും പറയാതെ തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് യഹൂദികൾ തങ്ങളുടെ ആ ഒരു കുറ്റം ഏറ്റുപറയുകയുണ്ടായി. ഉഹദ് യുദ്ധത്തിന് തൊട്ടു ശേഷമുള്ള സംഭവങ്ങളും ഹംറ അൽ അസദ് യുദ്ധ നീക്കത്തിന്റെ വിവരണങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും അവസ്ഥകളിലേക്കും പലസ്തീനെ സംബന്ധിച്ചും ദ്വാകളിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാറുണ്ട്. കുറച്ചു കാലത്തേക്ക് സീസ് ഫയർ, വെടിനിർത്തൽ, യുദ്ധവിരാമം വേണമെന്ന് പ്രത്യക്ഷത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആവശ്യമുയരുന്നു. എന്നാൽ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സംഭവിച്ചാൽ തന്നെയും ഫലസ്തീനുകാർക്ക് മേലുള്ള അതിക്രമങ്ങൾ അവസാനിക്കില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹുലേക്ക് കുനിയാൻ ഫലസ്തീനുകാർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതായാലും ഈ അവസ്ഥകളിൽ അള്ളാഹു ഈ സാഹചര്യത്തിൽ അഹങ്കാരികളുടെ ഗർവില്ലാതാക്കാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു. അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ അള്ളാഹു തന്നെ ഒരു പദ്ധതി ഉണ്ടാക്കിയതായി തോന്നുന്നു. അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് അള്ളാഹുവിന് മാത്രമേ നന്നായി അറിയുകയുള്ളൂ. ഏതായാലും അവരുടെ അഹങ്കാരം തകർത്ത് തരിപ്പണമാക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവരുടെ എതിരാളികൾ ഉയർന്നു വരികയാണ്. അമേരിക്കയിലും പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ശക്തി പ്രയോഗിക്കുകയാണ്. പക്ഷെ ഈ തീപ്പൊരികൾ വീണ്ടും ഉയരുന്നതാണ്. താൽക്കാലികമായി ഇത് കെട്ടണഞ്ഞാലും വീണ്ടും പൊങ്ങി വരുന്നതാണ്. അള്ളാഹു ലോകത്തിലെ വൻശക്തികൾക്ക് വിവേകം നൽകുമാറാകട്ടെ. അവർ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരാകുമാറാകട്ടെ. ഇത് തങ്ങൾക്കൊരു നീതിയും നിയമവും മറ്റുള്ളവർക്ക് വേറെ നീതി നിയമവും എന്ന ഒരു നിലയിലാണ് അവർ ഉള്ളത്. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ UNO തന്നെ തകർന്നു പോകാൻ, പരാജയപ്പെടാൻ കാരണമാകുന്നതാണ്. ഇനി ഞാൻ എനിക്ക് വേണ്ടി ദുആക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചു കാലമായി എനിക്ക് ഹൃദയവാൾവിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർ അതിനുവേണ്ടി ചില ചികിത്സാ മുറകൾ നടത്താൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. എന്നാൽ ഞാനതൊക്കെ പിന്നീടാകാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയും കാത്തിരിക്കുന്നത് ഉചിതമല്ല, ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഡോക്ടറുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് വാൾവ് മാറ്റുന്ന പ്രൊസീജിയർ നടത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ എല്ലാം ശരിയായി. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറച്ച് ദിവസം പള്ളിയിലും വരാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നടത്താൻ ഉണ്ടായിരുന്ന മെഡിക്കൽ പ്രൊസീജിയറുകൾ നടന്നു. അത് വിജയകരമായി പൂർത്തിയായി എന്നാണ്. അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് അത് വിജയകരമായി പൂർത്തിയായി. നിങ്ങൾ ദുആ ചെയ്യുക. അള്ളാഹു അവൻ എത്ര ആയുസ്സാണ് തരാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കാലം വളരെ ഊർജ്ജസ്വലമായി ജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر